ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയില വറുക്കുന്നതാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 5 അയിലയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 3 ചെറിയുള്ളി, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, അതിനുശേഷം കുറച്ച് ഇഞ്ചി, അതിനുശേഷം കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക്. അതിനുശേഷം നമുക്ക് എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫ് എടുത്ത് പിഴിയണം. അത് പിഴിഞ്ഞ ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ഇത് അരച്ചെടുക്കാനുള്ളതാകണം. അതിനുശേഷം നമുക്കൊരു വറ്റൽമുളക് അതിലേക്ക് ഇടാം, 1-2 വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം, എന്നിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അയില നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഞാൻ മസാലയൊക്കെ ആയിട്ടുണ്ട്, നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ചീൻചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ച് നമ്മൾ 2 കരിവേപ്പില അതിലേക്ക് ഇടാം. ഇട്ട ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന അയില അതിലേക്ക് വറുത്തെടുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാല കൂട്ടാണിത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹോട്ടലുകളിലും അതേപോലെ തന്നെ ചെറിയ ചായക്കടയിലേക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത അയില റെഡി ആയിട്ടുണ്ട്. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മസാലക്കൂട്ട്. ഇതേപോലെ നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ, മസാലയൊക്കെ എല്ലാവരുടെയും പിടിച്ചിട്ടുണ്ട്. ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം.